നിങ്ങളുടെ മകന്റെ കാര്യം ഇങ്ങനെ പോയാൽ കഷ്ടത്തിലാവും. ആ ഗുണ്ടിന്റെ സംഭവം ഞാൻ ശരിക്കും ഡിസ്മിസ് കൊടുക്കാൻ പോയതാ. പിന്നെ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ 2 മാസത്തെ സസ്പെൻഷൻ ആക്കിയത്. ഈ കഴിഞ്ഞ ദിവസം അവന്റെ ഫോൺ ക്യാൻറ്റീനിൽ വെച്ച് മറന്നു. അവിടെയുള്ളൊരു ഫോൺ എന്നെ ഏൽപ്പിച്ചു. ഞാൻ നോക്കിയപ്പോൾ വാൾ പേപ്പറിൽ പോടാ പട്ടിയും. നിങ്ങളുടെ മകന് സംസ്കാരമില്ലേ? പിന്നെ ഈ കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചിട്ട് മലർ ടീച്ചർ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അത് ഞാൻ ടീച്ചറെ പിന്നെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്നത് വെള്ളമടിക്കാരാണോ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി ഒരിഞ്ഞു. ഇതേതാ കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയോ സാറേ കാണിക്കുന്നത്? ചിരിക്കുന്നു. ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട കേട്ടല്ലോ. പിന്നെ സാറേ ഈ ഗുണ്ട് പൊട്ടിച്ച കാര്യം, അത് ഇവന്റെ പേരിൽ സാറ് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് ചുമ്മാ എന്റെ മകന്റെ നെഞ്ചത്തോട്ട് കെട്ടിവെക്കണ്ട. അതിന്റെ ക്രെഡിറ്റ് സാറ് വേറെ ആർക്കെങ്കിലും കൊടുത്തു. പിന്നെന്തോ മൊബൈലിൽ പട്ടിന്നോ പൂച്ചയെന്നോ, ഇതൊക്കെ ഡിക്ഷണറിയിലുള്ള വാക്കുകളല്ലേ സാറേ, ചുമ്മാ അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ആണോ? പിന്നെ വെള്ളം അടിച്ചത് എനിക്കും ഇഷ്ടമല്ല. എടാ ജോർജെ, മേലാൽ വെള്ളം അടിച്ചോണ്ട് ക്ലാസ്സിൽ കയറുന്നത് നീ ഒഴിവാക്കിക്കോണം. നിനക്ക് അടിക്കണമെങ്കിൽ വീട്ടിലോ ബാറിലോ ഇരുന്ന് അടിച്ചോ. നിങ്ങൾ എന്ത് അച്ഛനാണ്? മക്കളെ പ്രോത്സാഹിപ്പിക്കാണോ വെള്ളം അടിക്കാൻ? ഞങ്ങൾ ആരും വെള്ളം അടിച്ച് പരസ്യമായിട്ട് അലമ്പുണ്ടാക്കാറില്ല. അത് ഞാൻ ഇവരോടും പറഞ്ഞിട്ടില്ല. പിന്നെ മേലാൽ ഈ പട്ടി പൂച്ച എന്നെങ്ങാനും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയാലുണ്ടല്ലോ, എന്റെ തനി കൊണം സാറ് കാണും. ഓളായി പോയി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഘടാഘടിയന്മാരെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പിള്ളേരെ കൂടെ അയക്കുന്നത്. ഇവന്മാർ വിചാരിച്ചാൽ നന്നാകത്തില്ലേ നിങ്ങളുടെ പിള്ളേർ? Don't you bloody try to trouble me ever again for such petty flimsy issues. Manner, please take care of him, Mr. George. എന്നാ പിന്നെ അങ്ങനെ ജോർജ് വാടാ. എന്താ